നമസ്കാരം. ഒരു വർഷം മുമ്പിറങ്ങിയ ഒരു ബോളിവുഡ് സിനിമയാണ് ദി കേരള സ്റ്റോറി. ഏതാണ്ട് 300 കോടിയിലേറെ കളക്ഷൻ ഈ സിനിമ അന്ന് നേടിയിരുന്നു. ഈ ചിത്രം ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയത് കേരളത്തിലാണ്. ചിത്രം വർഗീയത പടർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഈ ചിത്രം കേരളത്തിനെതിരാണ് എന്നൊക്കെയുള്ള വാദവുമായി അന്ന് പല രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു. പുതിയ വാർത്തകൾക്കായി 1000 കണ്ണും നട്ട് കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് അന്നത് എക്സ്ക്ലൂസീവ് ന്യൂസുകളായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളായി കേരള സ്റ്റോറി എന്ന സിനിമയെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് മാധ്യമലോകം. കുറെ നാളുകളായി ഇതേപ്പറ്റിയുള്ള ചർച്ചകളെല്ലാം അവസാനിച്ചതാണ്. ആ സാഹചര്യത്തിലാണ് ദൂരദർശനിൽ ചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നുവെന്ന വാർത്ത അടുത്ത വിവാദങ്ങളിലേക്ക് വഴി തുറക്കുന്നത്. ആരും അറിയാതെ ദൂരദർശനിൽ പ്രദർശിപ്പിച്ച് മാറേണ്ടിയിരുന്ന ഒരു ചിത്രം ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം വീണ്ടും വിവാദമാക്കിയതാണോ അറിയില്ല. ഈ ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുള്ളതാണ് എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും കാണണമെന്ന് ഒന്ന് ആഗ്രഹിച്ചാൽ കാണുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. ഈ ചിത്രം ഇടുക്കി രൂപതയിൽ 10, 11, 12 ക്ലാസ്സിലെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. അത് മറ്റൊരു വിവാദത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ശരിക്കും നമുക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ വിവാദങ്ങളുടെ എല്ലാം ലക്ഷ്യം, അല്ലെങ്കിൽ ഇത് വിവാദമാക്കിയവരുടെ ലക്ഷ്യം സിനിമയുടെ പ്രൊമോഷനാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ആരും ശ്രദ്ധിക്കാതെ പോകേണ്ടിയിരുന്ന, വീണ്ടും ചർച്ച ചെയ്യപ്പെടാതെ പോകേണ്ടിയിരുന്ന ഒരു വിഷയത്തെ ഇത്രയും ചർച്ചാ വിഷയമാക്കുന്നവർ അല്ലെങ്കിൽ വിവാദ വിഷയമാക്കുന്നവർ സത്യത്തിൽ ഈ സിനിമയുടെ പ്രൊമോഷൻ ഏറ്റെടുത്തവരാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയക്കാരും മാധ്യമലോകവും വീണ്ടും ആഘോഷമാക്കുന്ന ഈ വിഷയം, ഇത് കാണുവാനുള്ള ചിന്ത സാധാരണക്കാരനിൽ, അതിപ്പോൾ സിനിമ പങ്കുവയ്ക്കുന്ന പ്രമേയത്തെ എതിർക്കുന്ന ഒരുവനിലാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ചിന്ത, അത് കാണുവാനുള്ള ഒരു ചിന്ത ജനിപ്പിക്കുന്നതിനെ കാരണമാകൂ എന്നതിൽ യാതൊരു തർക്കവുമില്ല.